ഇന്ന് നമ്മൾ പത്തനംതിട്ടയിൽ അഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്തെന്ന് പറയാൻ പറ്റത്തില്ല, അതിലും മേളിൽ ബന്ധമുള്ള സാലിയണ്ണൻ ഒരു ചെറിയ വീട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീടിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രീമിയം എന്ന് വർക്കൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ അതിൻ്റെ അടുത്ത് വരുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞൊരു വീടിനെ എങ്ങനെ ഭംഗിയാക്കാമോ ആ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പം ആ വീടിൻ്റെ വിശേഷങ്ങൾ എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സോപാനം ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ മുമ്പുള്ള ഒരു വ്യൂ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മിറ്റമൊന്നും ഇങ്ങനെ അല്ലായിരുന്നു, വളരെ എന്താ പറഞ്ഞേ, ഒന്നും ഒരു വണ്ടി കയറാൻ പറ്റാത്തൊരവസ്ഥയിലും ഒരുപാട് പാറയും കല്ലും ഒക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം വളരെ വൃത്തിയാക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. വീടിൻ്റെ എലിവേഷൻ ഇങ്ങനെ അല്ലായിരുന്നു, ഈ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ സിറ്റ് ഔട്ട് ഇങ്ങനെ അല്ലായിരുന്നു, ചെറിയൊരു സിറ്റ് ഔട്ട് ആയിരുന്നു. ഈ പില്ലറൊക്കെ റൗണ്ടായിട്ട് ചെയ്തിട്ടുള്ള പ്രീകാസ്റ്റഡ് രീതിയിലുള്ളതായിരുന്നു. അതിനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തു. കൂടാതെ രണ്ട് സൈഡിൽ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചെയർ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ സിറ്റ് ഔട്ടിൽ നമുക്ക് ഒരു എന്താ പറയുക, ചെയറൊക്കെ ഇട്ട് കഴിയുമ്പം സ്ഥലക്കുറവ് വരും. അതൊന്നും വരാതിരിക്കാനായിട്ട് രണ്ട് സൈഡിൽ സിറ്റിംഗ് ഏരിയയും കൊടുത്ത് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്പിൽ വെള്ളം വീഴാതിരിക്കാൻ പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് ഈ ഡിസൈനിൽ ഒരു വർക്കും ചെയ്തു. മെയിൻ ഡോറ് നേരത്തെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഡോർ അല്ലായിരുന്നു. ഇതിനെ നമ്മൾ ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോറ്, ഡബിൾ ഡോറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തേക്ക് കൊണ്ടിട്ടുള്ള ഡോറാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്കിലെ ഏറ്റവും ചെറിയ വർക്കും എന്നാൽ എനിക്ക് ഈ വീടിനോട് ഭയങ്കര താല്പര്യമാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീട്ടിൽ എന്തെല്ലാം നമുക്ക് സൗകര്യങ്ങളാക്കിയെടുക്കാൻ പറ്റുമോ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി വീടിൻ്റെ അകം എല്ലാവരും ഒന്ന് കാണിക്കാം. ഇത് ഇവിടുത്തെ ഒരു ലിവിംഗ് റൂം എന്ന് പറയും, ചെറിയൊരു ലിവിംഗ് റൂമാണ്. പിന്നെ ഇവിടുന്ന് ഒരു പാസേജ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ വീട്ടില് എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും എത്ര ബെഡ്റൂം ഉണ്ടെന്ന്. 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം ആക്കി എടുത്താണ് നമ്മള്. ഇതിപ്പോ ഇതിന്റെ ഒരു പാസേജ് ആണ്. ഇതൊരു ഫസ്റ്റ് ബെഡ്റൂം. ഇനി നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിച്ചണിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, ഒരു കോമൺ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ഈ ബാത്റൂം ഹൈറ്റ് കുറവായിരുന്നു, അതുപോലെ തന്നെ വളരെ സൗകര്യങ്ങളില്ലാതെ കിടക്കുമായിരുന്നു. അപ്പം ഇതിലേക്ക് നമ്മൾ ചെറിയ ബാത്റൂം ആണെങ്കിലും നമുക്ക് ഒരു സിംഗിൾ പീസ് ക്ലോസറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റ്, പിന്നെ ഒരു ഷവർ ഏരിയ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സീലിംഗിലാണ് നമ്മളിപ്പോൾ ലൈറ്റ് കൊടുക്കുന്നത്. ഈ വാൾ ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ബാത്റൂമിൽ ഈ കറക്റ്റ് വിസിബിലിറ്റി കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയതാണ്. ഇത് എക്സ്പെൻസ് ശകലം കൂടുതലാണ്, എന്നാൽ തന്നെയും സീലിംഗിൽ ലൈറ്റ് കൊടുക്കുമ്പോൾ ബാത്റൂമിന് നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഡോറ് ഒരു PVC ഡോറാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ പാസേജിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂമും കൂടെ കിട്ടുന്നുണ്ട്. എല്ലാം ചെറിയ ബെഡ്റൂമാണ്, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നു. ഫർണിച്ചറൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തതാണ്. ഇത് ഒരു സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിവിടെ നേരത്തെ വീട്ടിൽ ഇതൊരു കിച്ചണായിരുന്നു. ഇതിനെ നമ്മൾ ബെഡ്റൂം ആക്കി കൺവേർട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇവിടെ കിച്ചണിന് സ്പേസ് ഇല്ലായിരുന്നു. ആ സ്പേസ് നമ്മളിവിടെ ഒരു ഷീറ്റ് റൂഫ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എടുത്ത് അവിടേക്ക് നമ്മളൊരു കിച്ചൺ കൊണ്ടുവന്നിട്ടുണ്ട്. കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നാണ് അർത്ഥം വരുന്ന ഈ വീട് നിർമ്മിച്ചു തന്നത് അഖിൽ സോപാനം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. വളരെ മനോഹരമായ രീതിയിൽ എൻ്റെ സാമ്പത്തിക
അനുസരിച്ച് അതിനൊത്ത് ഇണങ്ങിയ ഒരു വീട് നിർമ്മിച്ചു തന്നതിൽ ആദ്യമായി അഖിലിന് നന്ദി പറയും. വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് വളരെ നല്ല രീതിയിലാണ് കഴിവതും അതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിഞ്ഞു തന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു ചെറിയൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു. അതനുസരിച്ച് ഇഷ്ടത്തിന് പണിഞ്ഞു തന്ന അഖിലാണ്. നല്ലതായിട്ട് പണിഞ്ഞു തന്നു. ഒത്തിരി പ്രയാസങ്ങളും പൈസയുടെയൊക്കെ ചുരുക്കം കൊണ്ട് നല്ല വൃത്തിയായിട്ട് പണിഞ്ഞു തന്നു.